തമിഴ് ക്രൈം ത്രില്ലറിന് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്കാണ് രാക്ഷസൻ സിനിമ. ഏതൊരു ക്രൈം ത്രില്ലർ ഇറങ്ങിയാലും രാക്ഷസന്റെ മുകളിൽ പോയോ രാക്ഷസന്റെ ഒപ്പം ഉണ്ടോ ഇതന്നെയായിരുന്നു ഡിസ്കഷൻ. എന്നാൽ രാക്ഷസന് ശേഷം ഞാൻ കണ്ട ഏറ്റവും ബെസ്റ്റ് ഒരു ക്രൈം ത്രില്ലർ പടമാണ് 11. നമ്മുടെ നവീൻ ചന്ദ്രയുടെ പടമാണ്. ആമസോൺ പ്രൈമിലും ആഹാ തമിഴിലും ഇപ്പൊ അവൈലബിൾ ആണ്. കിട്ടിലം പടമാണ്. രാക്ഷസൻ കാണുമ്പോൾ ടുവേർഡ്സ് എന്റെ ഒരു ത്രില്ലിംഗ് മൂഡിലോട്ട് നമ്മൾ പോയില്ലേ, അത് ഈ സിനിമയിൽ നമുക്ക് കിട്ടും. അടിപൊളി പടം കേട്ടോ. ഐ തിങ്ക് ആഫ്റ്റർ രാക്ഷസൻ ദിസ് ഇസ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇതിൽ ആദ്യം എടുത്തു പറയുന്നത് നവീൻ ചന്ദ്രയുടെ കേസാണ്. ചായയും ബിസ്ക്കറ്റ് ആണോ ഏറ്റവും ബെസ്റ്റ് കോംബോ ചോദിച്ചാൽ ഞാൻ പറയാല്ല, നവീൻ ചന്ദ്രൻ ത്രില്ലർ മൂവീസും ആണ്. ഏത് ത്രില്ലർ പടം ത്രില്ലർ വെബ് സീരീസും എടുത്തോ, ഒന്നെങ്കിൽ ഹീറോ ആയിട്ട് അല്ലെങ്കിൽ വില്ലൻ ആയിട്ട് അല്ലെങ്കിൽ വല്ല ചെറിയ റോളിൽ ഇങ്ങനെ ഉണ്ടാവും. ആൻഡ് വാട്ട് എൽസ് ഡു യു വാണ്ട് ഫ്രം ഹിം? ദിസ് ഇസ് ദ ബെസ്റ്റ് കോംബോ എന്ന് വേണമെങ്കിൽ പറയാം. ഏത് റോള് വേണമെങ്കിൽ ആര് ചെയ്യും, ഹീറോ ആയിട്ട് ചെയ്യും, വില്ലൻ ആയിട്ട് ചെയ്യും, റൊമാൻസ് ചെയ്യും, മാസ് ചെയ്യും, എന്ത് വേണമെങ്കിൽ അങ്ങേര് ചെയ്യും. ആൻഡ് ഈ സിനിമയിൽ ആദ്യത്തെ ഒരു 15-20 മിനിറ്റ്സ് നവീൻ ചന്ദ്രനെ പ്രസന്റ് ചെയ്ത ഒരു രീതി കിട്ടലനായിരുന്നു. അങ്ങേരെ ഒരു സ്വാഗ്, ആറ്റിറ്റ്യൂഡ് അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ഇതിന്റെ ബിജിഎം എടുത്തു പറയണം, സിറ്റുവേഷൻ ബേസ്ഡ് ബിജിഎം അടിപൊളിയായിരുന്നു. ആരാ മ്യൂസിക് ഡയറക്ടറെ ഞാൻ ശ്രദ്ധിച്ചില്ല. ആൻഡ് ശ്രുതി ഹാസന്റെ വോയിസിൽ ഒരു ഇംഗ്ലീഷ് ട്രാക്ക് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. അത് കറക്റ്റ് സ്ഥലത്താണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവൻ നമ്മുടെ വിൻവിലി നായക എന്നുള്ള ശ്രുതി ഹാസന്റെ വേർഷൻ സിനിമയിലുണ്ട്, പക്ഷെ അത് വന്നിട്ട് നായകൻ കണ്ടത്തിൽ വെളിക്ക് പോകുമ്പോഴാണ് പ്ലേസ് ചെയ്തത്. അങ്ങനെയല്ല പ്ലേസ് ചെയ്യേണ്ടിയിരുന്നത്, ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ യൂഷ്വൽ സൈക്കിക് ക്രൈം ത്രില്ലർ പോലെ തന്നെ സീരീസ് ഓഫ് മേർഡേഴ്സ് നടത്തുന്ന ഒരു സീരിയൽ കില്ലർ. സോ പക്ഷെ ഇതിലെങ്ങനെയാണ് വെച്ചാൽ ഈ എവിഡൻസ് ഒന്നും ഉണ്ടാവില്ല, ഫിംഗർ പ്രിന്റ് ഉണ്ടാവില്ല, CCTV ഒന്നും ഉണ്ടാവില്ല, അതേപോലെ തന്നെ വന്നിട്ട് വൂൺസ് അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇവർക്ക് ആരാണ് കൊലപാതകി, ആരാണ് മരിച്ചതെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇത് അന്വേഷിക്കാൻ പോണ പോലീസ് ഓഫീസറിന്റെ ഒരു കഥ പറയുന്ന സിനിമ അടിപൊളിയാണ് കേട്ടോ. ആൻഡ് ഇത് ട്വിസ്റ്റ് ഒക്കെ അൺപ്രഡിക്റ്റബിൾ ആണ്. നമ്മൾ ഒരു ട്വിസ്റ്റ് ഇത് എനിക്ക് അറിയാൻ പറയുമ്പോഴേക്കും അടുത്തൊരു ട്വിസ്റ്റ് വരും. ട്വിസ്റ്റിന്റെ ഒരു അയ്യര് കളി എന്നൊക്കെ പറയാൻ പറ്റുന്ന അടിപൊളി പടം. ആൻഡ് ഇത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാം. ട്രെയിലറും കാര്യങ്ങളൊന്നും കാണാതിരിക്കുക. സോ കൂടുതൽ എക്സ്പെക്ടേഷൻ ഒന്നും വരുത്തണ്ട, ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് കാണാം. ആമസോൺ പ്രൈമിലും ആഹാ തമിഴിലും അവൈലബിൾ ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അഭിരാമി ഇതിലൊരു ക്യാരക്ടർ ഉണ്ട്, അടിപൊളിയായിരുന്നു കേട്ടോ. ഇമോഷണൽ സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇവൻ രാക്ഷസൻ സിനിമ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം അതിൽ ആ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് കിട്ടി. അതേപോലെ തന്നെയാണ് ഈ സിനിമയിലും. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൻ നമുക്ക് വില്ലന്റെ ഒപ്പം നിൽക്കാൻ തോന്നും. ആ ഒരു റീസൺ മനസ്സിലാക്കുമ്പോൾ അവൻ ചെയ്തൊന്നും തെറ്റല്ല, അവന്റെ ഒപ്പേ ഞങ്ങൾ നിൽക്കൂ, അങ്ങനെ ഒരു പേഴ്സണലി എനിക്ക് തോന്നിയിട്ട്. ഇനിയിപ്പോ ഞാൻ ഇനി സൈക്കോ ആണെന്ന് ആരും പറയരുത്. ഇതിലൊരു നെഗറ്റീവായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയത് ഇതിലൊരു റൊമാൻസ് പോലത്തെ ഒരു പോർഷൻ വരുന്നുണ്ട്. അതൊരു ഊച്ചാള് റൊമാൻസ് പോർഷൻ ആയിരുന്നു. ഞാനും വിചാരിച്ചു പടം എന്തിനാടെ സീരിയസ് മോഡിൽ പോകുമ്പോൾ ഇതൊക്കെയാണ്. പക്ഷെ അതിനും അവർ പ്രോപ്പർ എക്സ്പ്ലനേഷനും ഡീറ്റെയിലിംഗും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇടയ്ക്കൊരു നോൺ ലീനിയർ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് പിടിക്കുന്നുണ്ട്. ആൻഡ് അത് എത്ര സ്മൂത്ത് ആയിട്ട് അവർ കണക്ട് ചെയ്തിരിക്കുന്ന അറിയും. സോ അടിപൊളി പടമാണ്, വേണ്ടവർ കണ്ടു നോക്കുക. 11 is available on Amazon Prime.